എടാ ഇതേടാ മാജിക് മഷ്റൂം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അയ്യോ എന്റെ നിങ്ങൾ വല്ലതും കണ്ടോ? എന്തായാലും കണ്ടോ? ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. എടാ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നേ? എങ്ങോട്ടെങ്കിലും എല്ലാവർക്കും വീഡിയോ നമ്മളെ ഇനിയിപ്പോ നമ്മൾ ഒഴുക്കിപ്പെട്ട് നമ്മളെല്ലാരും മരിക്കാൻ പോവാം. നമ്മുടെ കാര്യത്തോട് പറയാൻ പറ്റില്ല. അതാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത്. തീർന്നു ഗായ്സ്. ഇപ്പം സാധാരണ നമ്മുടെ പുഴയിൽ വെള്ളം കയറുന്നത് എപ്പോഴാടാ? ഓഗസ്റ്റ് സെപ്റ്റംബർ. മഴ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിലല്ലേ? പക്ഷേ ഇത് നോക്ക ഇതേ മാസം മെയ്യ്. അത് ഓർമ്മയില്ല. അപ്പൊ മെയ് അതല്ലേ പുതിയ ടീമായിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തോ? അതന്നെ മോസ്റ്റ് ടെൻഷൻ ഉള്ള ആളാണ് ഗൈസ്. അപ്പൊ നമ്മുടെ പൈങ്ങനെയും പൊന്നുണ്ണിയാണ് ഗൈസ് പുതിയ സ്കൂളിലേക്ക് അതന്നെ പുതിയ ടീമായിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടി പോകുന്നത്. അപ്പം സാധാരണ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഗായ്സ് എന്ത് മഴയുള്ള എപ്പോഴാട്ടെ പാലത്ത് വെള്ളം നിറഞ്ഞ ആ ടൈമിലല്ലേ? അപ്പൊ ഈ പ്രാവശ്യം നേരത്തെയാണ് ഗായ്സ് മഴ. നമ്മുടെ കാലവർഷം വന്നത്. അത് മാത്രല്ല മഴ വന്നു എല്ലാം വന്നു. അതുകൊണ്ട് തന്നെ എന്താ അയ്യോ മഴ ഇപ്പൊ മെല്ലെ കൊണ്ട് കൊണ്ടോ കുറച്ച് കഴിയുമ്പോ ആളുടെ ഒച്ച എങ്ങനെ കുറയ്ക്കാം? എങ്ങനെ നമ്മളെ കാണുമ്പോ കുറയ്ക്കാം. ഗായ്സ് അപ്പൊ ഞാൻ പറഞ്ഞു എടാ കാക്കക്കൂട്ടി കല്ലെറിഞ്ഞ പോലെ എന്താ സംഭവം ഒന്നും തിരിയുന്നില്ല. അപ്പൊ നമ്മൾ ശരിക്കും പോകാൻ പോകുന്നത് വെള്ളം കാണാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ചുമ്മാ നമ്മൾ പോവാണ് കേട്ടോ. ഇവിടെ പാലത്തിൽ വെള്ളമൊക്കെ കയറിയോ എന്താ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓൺ ദ വൈബ് ചില്ലിങ് ആണ്. നമുക്ക് നേരെ നടന്നു പോകട്ടോ. ഇതേ മാങ്ങ പറിക്കാൻ പോകുന്നു. അയ്യോ ഗൈസ് ഞങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെയാണ്. ഇതൊക്കെ പഴുത്തോടാ പഴുത്തോ എടാ ആരും കണ്ടില്ലട്ടോ. ആരും കണ്ടില്ല. പട്ടീനെ അഴിച്ചു വിട്ടിട്ട് പട്ടീനെ കഴിച്ച് അഴിച്ചു വിട്ടിട്ട് റോട്ടിൽ കൂടി ആർക്കും നടക്കാൻ മേല. എന്നിട്ട് ക്ലേസ് കൊടുക്കാം. എന്താ അവസ്ഥ നോക്ക്. പട്ടി ഒരേ കൊരയാണ്. വല്ലാത്ത പേടിയാണ് ഗൈസ്. ആളിതാ ഇവിടെ അങ്ങനെയാണ് കുറയ്ക്കുന്നത്. ഭയങ്കര കൊരയാണ്. നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ഭയങ്കര സ്നേഹമാണ്. മച്ച ബന്ധമാണ് ഗൈസ്. അതാണ് ഇപ്പൊ ഇങ്ങനെ നടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പൊ മഴയില്ലാത്ത സമയത്താണ് നമ്മളിപ്പോ ഇറങ്ങിക്കുന്നത്. അപ്പൊ ഭയങ്കരമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു അല്ലേടാ? ഭയങ്കരമായിട്ട് മഴ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മഴയുള്ള സമയത്താണ് ഇറങ്ങിയത്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഓണത്തിന് പോവല്ലേ? ഓണത്തിന് നമുക്ക് നടന്നു പോകാം. അപ്പൊ സ്ലോയിൽ നടക്കാന്നാണ് നമ്മൾ പക്ഷെ ഓർക്കുന്നത്. പക്ഷെ കാല് നമ്മളെ വേഗം ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. അതൊരു വിഷയമാണ്. പതുക്കെ പോയാൽ മതി. പതുക്കെ തന്നെ ഭയങ്കര സ്ലോ ആണ്. വെള്ളം പോടാ. വെള്ളം പോകില്ലടോ. ഇല്ലല്ലോ. ശരിയാ വെള്ളത്തിനല്ലേ നമ്മള് പിടിച്ചു നിർത്തേണ്ട അവസ്ഥ വരും. എടാ വേവാ ഓൺ ദ പോ ഗായ്സ്. അപ്പൊ നമ്മളെ മാങ്ങ നിന്നോണ്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ? അപ്പൊ അവരെ വഴി വെട്ടാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്നാണ് ഗൈസ് തോന്നുന്നത്. ക്യാമറ എങ്ങനെ അറിയാമെന്നാണ് ആലോചിക്കുന്നത്. കയ്യിലിട്ട് ലോകയുടെ അവസ്ഥ. അതെ പിന്നെ ഞാൻ മുങ്ങിയാണല്ലോ പുഴേന്റെ ഇതെടുക്കും. അതത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആനഭാഗം കടിക്കാം. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മൂന്ന് പിടിന്റെ വീട് കഴിച്ചുള്ള ആദ്യം ചതഞ്ഞ് വാങ്ങാം. കറക്റ്റ് കാര്യം പറയുന്നത് കാഴ്ച. നമുക്ക് മാങ്ങ കടിക്കാം. മാങ്ങാണ്ടി കിട്ടാൻ കുറച്ച് കഷ്ടമാണ് കേട്ടോ. അതോ കൊടയൊന്നും കാണിക്കണ്ടല്ലോ. അതെ അതിനാണ് മെയിൻ. കുറച്ച് പാണ്ട ഒച്ച മാത്രം. റെയിൻബോ പോകുന്നു പിന്നെ ആണല്ലേ
വലിച്ചതോ എവിലും മാങ്കോ ഇതും മണ്ണാക്കി വെച്ചതോ കാപ്പി കാപ്പി മോഹനാവേ മോഹനാവേ വൈബ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് നടക്കുവാണ് കൈ കണ്ടോ കസേരയൊക്കെ വീണ്ടും പൊക്കത്താണ് അപ്പം നമ്മളെന്താണ് നടക്കുവാണ് കണ്ടോ മഴയൊക്കെ പെയ്ത് ഫുള്ള് നമ്മളിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മഴ പെയ്തു ഗൈസ് കറണ്ട് പോയി കാരണം നമ്മളെ കണ്ടാ മഴ വരും കറണ്ട് പോകും ഇതൊക്കെ നമുക്കൊരു വലിയ ഭാഗ്യാണ് മേത്തിക്കോട്ടെ വരുന്നുണ്ട് ബാക്കി അത് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി കേട്ടോ വരുന്നുണ്ട് പുതിയ വാർത്ത എഴുതായിരുന്നു വഴിവെട്ടിന്റെ ഇല്ലടാ മതി മതി ഇനി കൂടുതൽ വെട്ടണ്ട പറ്റിയ ശരിയാവില്ല അങ്ങനെ നമ്മൾ 5 പേരും പാണ്ഡവന്മാരെ പോലെ ഇത് ഒരു പടയായിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിക്കാണ് കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞ് നമ്മൾ നാടിനെ വിറപ്പിച്ചോണ്ടാണ് നടക്കുന്നത്. കാരണം നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും വീട്ടിൽ നിന്ന് എല്ലാവരും മഴയായെങ്കിലും പുറത്തേക്ക് ഇറങ്ങി നോക്കുമായിരുന്നു ഇത് എന്താ ഗായ്സ് ഈ സൗണ്ട് എന്ന് ഓർത്തിട്ടോ. അങ്ങനെ എല്ലാവരെയും വിറപ്പിച്ചുകൊണ്ട് അങ്ങനെ ആർത്തുല്ലസിച്ച് നമ്മളിതേ മുമ്പോട്ട് നടക്കുകയാണ്. എങ്ങോട്ടാ പോകേണ്ടത് എന്താ പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. എങ്കിലും എങ്ങോട്ടെങ്കിലും പോയി അവസാനിക്കുമെന്ന് അറിയാലോ. അങ്ങനെ പുഴയിലേക്കാണ് ഗായ്സ് പോകുന്ന ഐഡിയ ഉണ്ട്. വായൊടിഞ്ഞു ഈ വാഴൊടിഞ്ഞ് കിടക്കുന്നത് എന്നാ രസമാണെന്നറിയോ കാണുന്നത്. കൂമ്പുണ്ടോ? അയ്യോ ഒത്തിരി കൂടി പോയല്ലോ. അതിലൊന്നും കാണുന്നില്ല. അടിയിൽ എന്തേലും ഉണ്ടാകും. വെള്ളം കണ്ടാൽ മുള്ളാൻ തോന്നുന്ന ഒരാളാണ് ഈ നിൽക്കുന്നത്. എങ്ങനെ മുള്ളണം എന്നാണ് ഗായ്സ് നമ്മുടെ പൊന്നുണ്ണി പ്ലാൻ ചെയ്യുന്നത്. എടാ മുള്ളിക്കോടാ ഗായ്സ്. അപ്പൊ നമ്മുടെ ചെറിയ പാലമാണ് ഗായ്സ് ഈ കാണുന്നത്. അപ്പൊ ഇന്നലെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ആടെ ചുഴിയുണ്ടോ? അപ്പൊ ഇന്നായപ്പോഴേക്ക് ഇതേ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മോസ്റ്റ് വെള്ളമായിരുന്നു ഇന്നലെ, നല്ല വെള്ളമായിരുന്നു. വെള്ളം ആടാ ഇതേ വെള്ളമൊക്കെ നല്ല ഇറങ്ങിയിട്ടുണ്ട്. മൊത്തം വെള്ളം കയറി കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അപ്പൊ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇതല്ല നമ്മുടെ പാലത്തിന്റെ അവസ്ഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്താ അവസ്ഥ എന്ന്. ഇതാണ് നമ്മുടെ കേരളത്തിലെ ലണ്ടൻ റോഡ്. അടിപൊളി ലണ്ടനാ. എന്റെ ഗായ്സേ ഒരു മഴയത്ത് ഈ പാലം ഇടിഞ്ഞു വീണിട്ട് വരുന്നുണ്ട്. ആ ഗായ്സ് ഞാൻ ഇതിന്റെ കഥ പറഞ്ഞുതരാം. അതെ ഇതിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഴയത്ത് ഈ പാലം ഇടിഞ്ഞു വീണതാണ്. ആ മഴയത്ത് ഈ പാലം ഇടിഞ്ഞു വീണിട്ട് അയ്യോ നമ്മളിപ്പോ ഗായ്സ് കുളിപ്പിക്കും നമുക്ക് നോക്കാം. കാർ ഓൺ ദ വൈപ്പ് ചില്ലിങ് ആയിട്ടാണ് വന്നോണ്ടിരിക്കുന്നത്. പതുക്കെയാണ് നമ്മുടെ കാർ പോയിരിക്കുന്നത്. അപ്പൊ എന്തോ കലിപ്പള്ളോണ്ടാണ് എന്തിലോട്ടെ. അപ്പൊ നമ്മുടെ ഈ പാലത്തിലെ വെള്ളം അല്ല പാലം ഒരു മഴയത്ത് ഇടിഞ്ഞു വീണതാണ്. ലംബോർഗിനി ഓടിക്കാം. ഓ പിന്നല്ല അതുകൊണ്ടോ സൂപ്പറാണ്. ഒരു മഴയത്ത് ഈ പാലം ഫുൾ ഇടിഞ്ഞു വീണതാണ്. എന്നിട്ട് ഇടിഞ്ഞു വീണ് കഴിഞ്ഞ് ഒരു കുഴിയായി. കാരണം ഈ പുഴ മുഴുവൻ നമുക്ക് കാണായിരുന്നു. ഗർത്തം വന്നു പോയി. അപ്പൊ ഞാനും വാവാറ്റി നമ്മുടെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലാ വാവാറ്റി. അപ്പൊ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വാറ്റി എനിക്ക് വെള്ളത്തിക്കൂടി പോകണമെന്ന് പറഞ്ഞു. അപ്പൊ വാറ്റി പറഞ്ഞു വേണ്ട വെള്ളത്തിക്കൂടി പോകണ്ട സീനാവെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടില്ല. എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പം എന്താ ആ കുഴീന്റെ അവിടെ എന്താ പുഴ. ഞാൻ ചാടിയായിരുന്നെങ്കിലോ പറയണ്ട തീർന്നല്ലോ തീർന്നു. അപ്പൊ അങ്ങനെ ഒരു ഗർത്തം വന്നു കഴിഞ്ഞ് ഈ പാലം നന്നാക്കാനുള്ളതിന് വേറെ എന്തോ ഒരു വലിയൊരു ഇരുമ്പല്ല സിമന്റും കഷ്ണം കൊണ്ടിട്ടിട്ട് മണ്ണിട്ട് മൂടി അഡ്ജസ്റ്റ് ചെയ്തു. അത് ഇവിടുത്തെ ഓട്ടോക്കാരെല്ലാരും കൂടി ചെയ്തതാണ്. പിന്നെ നെക്സ്റ്റ് ടൈമാണ് എന്ത് കുറച്ചും കൂടി മണ്ണ് പിന്നെ പാലത്തിന് സീനായി. എല്ലാ മഴക്കാലത്ത് സീൻ തന്നെയാണ്. എന്നിട്ട് പിന്നെ എന്താക്കി മണ്ണിട്ട് മൂടി കഴിഞ്ഞിട്ട് നമ്മുടെ പാലത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. എന്നിട്ട് ഇതല്ലേ പാലൊക്കെ ഇടിഞ്ഞ് സൈഡിലേക്കാണ് നടക്കുന്നത്. ഏത് മഴയത്താണോ എല്ലാം കൂടി ഒലിച്ചു പോകുന്നത് ദൈവത്തിന് അറിയാട്ടോ. ഇതിപ്പോ കാലവർഷം നേരത്തെയും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി എന്താവും ഏതാവുന്നൊന്നും നമുക്ക് അറിയത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഈ പാലത്തിൽ കൂടിയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ മഴക്കാലത്ത് ഇതിൽ നടന്നു പോകാൻ ഗൈസ് നമുക്ക് നല്ല പേടിയാണ്. നമ്മുടെ കുട ഇത് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ ബുക്ക് എടുത്തോണ്ട് പോവാം. ആ കുഞ്ഞുണ്ണീനെ കാണാനാണ് മോനെ ആദ്യോഗിന്റെ കട്ടുള്ള. കാരണം ആ ഫേസ് ഒക്കെ കറക്റ്റ്. അയ്യോ നിങ്ങൾ കാണോ നിങ്ങൾ കാണണം. കറക്റ്റ് ആ ജോലനും ആ ചുണ്ടും ആ മൂക്കും എല്ലാം ഞാൻ ഇരുന്ന് കഴിഞ്ഞാ സീൻ തന്നെ ആയിരിക്കും. മുടിയാണ് ചീപ്രി ആയിട്ടിരിക്കുവാണ്. അത് നിങ്ങൾ നോക്കണ്ട ഗൈസ്.
അപ്പോൾ നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം പാലത്തിൻ്റെ വിശേഷമൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിനി അടുത്ത് നമ്മുടെ വലിയ പാലത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം കണ്ടത് കുഞ്ഞിപ്പാലാണ്. വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതൊക്കെ വലിയ കാര്യത്തിൽ അവരൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചതാണ്. പക്ഷേ അതിലും വലിയ വാഹനങ്ങളാണ് പൊക്കോണ്ടിരുന്നത്. കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിതാണോ വലുതാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള വലിയ വലിയ വാഹനങ്ങളാണ് ഗൈസ് പൊക്കോണ്ടിരുന്നത്. അങ്ങനെ അതാരാ? അപ്പം ഒരുപാട് കണ്ണിത്തുള്ളികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിത്തുള്ളി ഉണ്ടാകുന്നുള്ള കാര്യമൊക്കെ നമ്മൾ മുമ്പേ നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണിത്തുള്ളിൻ്റെ ഒരു മേളം തന്നെയാണ്. അപ്പോൾ അതാ ഓൺ ദ വേ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നതാണ്. ഇഷ്ടംപോലെ കണ്ണിത്തുള്ളികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണിക്കണ്ടേ എന്താണ്? പിന്നെ തിന്നാൻ പറ്റില്ല. ഇത് തിന്നാൽ നല്ല എസൻസ് ഉണ്ടാവും. എന്തിൻ്റെ എസൻസ് എന്ന് പറയാം? മനുഷ്യന്മാരുടെ മൂത്രം, പട്ടീൻ്റെ മൂത്രം, കോഴിൻ്റെ മൂത്രം മാത്രമല്ല എല്ലാം ഉണ്ടാവും. കാര്യം പറഞ്ഞു പറയാൻ എന്താ ചെയ്യാ ഗായ്സ്. ഇപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ കാട്ടിലൊക്കെ ഒരുപാടുണ്ടാകും. ഇതുണ്ടോ തന്നെ ഇതുണ്ടോ ഗായ്സ്? വാവ്, നല്ല രസമാണ്. ഇത് നമ്മുടെ മഴത്തുള്ളികൾ വീണ് ഇങ്ങനെയാണ്. അപ്പൊ സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഉരുകി പോട്ടോ. അപ്പൊ ഇതിന്റെ വ്ളോഗ് എന്താണ് ഫസ്റ്റ് എന്താണ് അവള് ഓൺ ദ വേ നമ്മൾ പോയപ്പോൾ ഇത് നമ്മുടെ കാട്ടിക്കൂടി നമ്മൾ കണ്ടു. അപ്പൊ നമുക്കിത് കണ്ണ് വെച്ച് നോക്കാം. നല്ല തണുപ്പാണ് കേട്ടോ ഇതിന്. അപ്പൊ കണ്ണിലൊക്കെ വെച്ച് നോക്കാവേ. അയ്യോ എനിക്കൊരു തുള്ളി കിട്ടിയില്ല. കണ്ണ് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ ഗായ്സ്. നോക്കിയേ, മഴ പോയില്ലേ നോക്ക്. എന്റെ മോനെ അടിപൊളിയാണ്. കണ്ണിന് നല്ല കൂളിങ് കിട്ടാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ട് നമുക്കിത് ദേഹം തിന്നുകയും ചെയ്യാം. പക്ഷേ തിന്നാൻ അറപ്പാണ്. കാരണം റോഡ് സൈഡിലത്തെ ആയതുകൊണ്ടാണ് നമ്മുടെ പൊന്നുണ്ണി കഷ്ടപ്പെട്ട് കണ്ണിനുള്ളിൽ പൊട്ടിച്ചോ കണ്ണ്. അയ്യോ, അപ്പം അങ്ങനെ ഇവിടെ മാങ്ങ തിന്നതിൽ ബിസിയാണ് ഗൈസ്. നല്ല പുളിയൻ മാങ്ങയിൽ. ഓക്കെ, എൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ പിടിച്ചോളൂ. എൻ്റെ സ്വന്തം അമ്പറല. അങ്ങനെ നമ്മളിതേ നമ്മുടെ വലിയ പാലം എത്താനായിട്ടുണ്ട്. അപ്പോൾ വലിയ പാലത്തിൻ്റെ ഇവിടെ അടിപൊളി വ്യൂ ആണ്. എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് നിറച്ച് നമ്മുടെ ഇല്ലിക്കാടുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൺ ദ വേയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളതേ നമ്മുടെ അടിപൊളി വ്യൂ ഞാൻ അകലിൽ നിന്ന് കാണിച്ചിരുന്നല്ലേ. ഇട്ടോ ഓടും. ഇതാണ് നമ്മുടെ എന്ത് അല്ലേ? എന്റെ ദൈവമേ, വാവാറ്റി അവന്റെ ഏത് ഫ്രണ്ട് അത്? നമ്മുടെ മാവാറ്റിയുടെ സഹോദരൻ ബന്ധത്തിലുള്ള വാ തുറന്ന് ചത്തതേ ചോര വന്നേടാ പാവടാ. വണ്ടി വണ്ടി എടാ പാവടാ, നിങ്ങൾ ഇങ്ങനെ പറയല്ലേ. ആ ശരി എന്നാ ടാറ്റ. ഫാൻസ് ഒന്നാമത് കൂടെ അതിന് വലിയ ആനയിലുണ്ട് കൂടെ. അത് ധാരാളാ. എന്തൊക്കെയാ പറയുന്നത്. അപ്പൊ ഗായ്സ് കണ്ടോ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അത് ശരിക്കും മണ്ണങ്ങാണ്ട് വാരി ഇതാണ്. അത് ഉറവയാണോ? അല്ല, വേനൽക്കാലത്ത് ഫുള്ള് അത് പറ്റുവേ. അപ്പൊ അവിടെ ആമയും ചേനയും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഓൺ ദ വൈബ് കണ്ടോ. ഇവിടെയാണ് ഗായ്സ് അടിപൊളി. വാ ക്യാമറമാൻ ഫോക്കസ്. അടിപൊളിയാണ്. അടിപൊളിയല്ലേ? സൂപ്പർ കൂളാണ്. സമ്മർ ടൈമിലൊക്കെ ഇവിടെ നൈസാണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയത്ത് വെള്ളമൊക്കെ കയറി പാലം മൊത്തം മൂടിയായിരുന്നു. പാലം മൊത്തം മൂടി ക്ലീനായതായിരുന്നു. അപ്പൊ അവിടെ ഐസാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുപ്പിച്ചിലോ? ആ ഓക്കെ, കുപ്പിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേടി തുടങ്ങിട്ടോ. ക്യാമറ പതുക്കെ കൊട അവിടെ ഇരിക്കട്ടെ. രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അവര് വന്ന് വലിയ കാലത്ത് ക്ലീൻ ഒക്കെ ചെയ്തായിരുന്നു. വലിയ പുഴയൊക്കെ ഈസി ആയിട്ട് വെള്ളം കയറാൻ വേണ്ടിട്ട് ഒരു മതിലുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാലൊന്നും പറ്റില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പൊട്ടന്മാരല്ല. എല്ലാ മണ്ടന്മാർക്കും ഇത് തോടെന്നാണ് പറയുന്നത്. നിങ്ങൾ തോട് കാണണമെങ്കിൽ ശരിക്കും ഇങ്ങോട്ട് ഇറങ്ങി പോരെ. ആനപ്പുഴയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അല്ലടാ, എല്ലാവർക്കും തോടെന്നുള്ള പറച്ചിലാണ്. ഇത് തോടാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ നരസിപ്പുഴയാണ്. നരസിപ്പുഴ. അതാ നരസിപ്പുഴ തീർത്ഥമാക്കി. എന്റെ ദൈവമേ, അവിടെ ഇടാമോ? അവിടെ 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 ഉണ്ടാവും. അപ്പം കുഞ്ഞാച്ചി ആമയുണ്ടോ പോയി നോക്കാം. വെറുതെ എന്റെ ദൈവമേ, സ്വർണ്ണ റൊട്ടിയാണോ? സ്വർണ്ണ റൊട്ടനാ. അപ്പൊ നമ്മുടെ
ഞാൻ ശരിക്കും പേടി അങ്ങോട്ട് വരാം. നീ വരെ പേടി ക്യാമറ ഇപ്പഴായിരിക്കും ഇന്റർനാഷണൽ ട്രാഫിക് ബ്ലോക്ക് കേട്ടോ. ചുക്കളി വെള്ളമാണ്. കാല് കഴുകല്ലേ അത്. ഞാൻ വെള്ളം കഴിഞ്ഞ പ്രാവശ്യം കയറി കഴിഞ്ഞപ്പോ എന്റെ കാഴ്ച നോക്കണം. ഇവിടെയൊക്കെ കടന്നിട്ട് ഇങ്ങനെ ഉഴുതു മറിയും. അതെ ഗൈസ്. വെള്ളം കയറും. കാരണം ഈ നേരത്തെ തന്നെ ഇത്രയും വെള്ളം ആണെങ്കിൽ ബസ്സാണോ നമ്മുടെ ആരാധന വരും അറിയില്ല. ക്യാമറമാൻ ഫുൾ വ്യൂ ഒന്ന് എടുക്കട്ടെ ഇതിന്റെ. ഇന്നലെ അത് ഫുൾ മൂടിയായിരുന്നു ഗൈസ്. ഇതേമേ ഒരു ചൊട്ട ഓട്ടോറിക്ഷ വരുന്നുണ്ട്. അപ്പൊ ഓട്ടോറിക്ഷ വരുന്നതിന് മുമ്പ് നമുക്ക് ചൊട്ട സ്ഥലം വിടാം. എല്ലാം ചൊട്ടയാണ്. അപ്പൊ ഇവിടെ നല്ല വ്യൂ ആണ്. നല്ലൊരു എന്താ പറയാ പന്തൽ പോലെ ഉണ്ട് ഗൈസ്. ഈ റബ്ബർ തോട്ടം കൈവശം വെള്ളത്തിൽ കിടന്ന് ഉഴുതു മറിയായിരുന്നു. ഈ പ്രാവശ്യം മറിഞ്ഞോളും, പേടിക്കണ്ട. നിങ്ങൾക്ക് ഫോണിലെ വീഡിയോയിൽ കാണാം. നമ്മൾ കാണിച്ചു തരും എന്തായാലും. അപ്പൊ മുമ്പിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആനനെ കിട്ടുന്ന സ്ഥലം. ടൈം ആകുമ്പോ ആനനെ കിട്ടുന്ന സ്ഥലമാണ്. കുളിപ്പിക്കുന്ന അവിടെ കുളിപ്പിക്കുന്നത് നമ്മുടെ അവിടെയാണ്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബലിയൊക്കെ ഇടുന്നതാണ്. ബലിയൊക്കെ ഇടുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെയാണ് എന്താ ആനനെ കുളിപ്പിക്കുന്നതും ആനക്ക് തീറ്റയൊക്കെ നമുക്ക് കൊണ്ടു കൊടുക്കാം അല്ലേടാ. അതെ ഇവിടെ നമ്മുടെ അവസ്ഥയാണ്. കഴിഞ്ഞ കാഴ്ച എന്റെ കാലിലേക്ക് അട്ടാ കയറും. വിചാരിക്കാത്ത സമയത്താണ് കാഴ്ച വന്നത്. അതെ അതെ ടൈമിംഗ് ആയിട്ടോ. അതുപോലെ അടിപൊളിയായി. അങ്ങനെ ബസ് ആരാധന ഇരുളത്താണ് പോകുന്നത്. ഇരുളം പോയി അവിടെ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പം കേണിച്ചിറ ഇരുളാണ്. അപ്പം ഈ വഴി റൂട്ടാണ് പോകുന്നത്. നമ്മുടെ അങ്ങോട്ട് ബസ്സില്ല കേട്ടോ ആ റൂട്ടിലേക്ക്. കാരണം പാലത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഫോട്ടോയാ 2 ഫോട്ടോ എടുത്തിട്ട് ഓടി വരാം. അപ്പം നമ്മുടെ പാലത്തിന്റെ വ്യൂ ഇതാണ്. അപ്പോൾ ഇവിടെ വെള്ളം കയറില്ലെന്നാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ മഴയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ അതിൻ്റെ റീൽസൊക്കെ നമ്മൾ റീൽസല്ല വ്ളോഗൊക്കെ നമ്മൾ ഓൺ ദ വേ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആടാ അവിടെ ആ പച്ച കാണുന്നില്ല ഗൈസ്. അവിടെ ഫുള്ള് കയറുന്നടാ മറ്റേ ആ ചെടിയില്ലേ. എന്താ അതാ പൊന്നുണ്ണി മൂത്രം ഒഴിക്കുന്നു. മഴ 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 എന്തുവാണ്? അയ്യോ കൊച്ചിനെ ഞാൻ ചുമപ്പിച്ചു വെച്ചേ. കൊച്ചിനെ പാവം ഒരു മിനിറ്റ്. പാവം കൊച്ചി കഴുകാൻ പറ്റിയ സ്ഥലം ഇവിടെ ഉള്ളൂ. നിങ്ങൾ വല്ലതും കണ്ടോ? എന്തായാലും കണ്ടോ? എടാ നീ അറിഞ്ഞോ? ഞാൻ പെട്ടടാ. കഴുകാൻ പറ്റിയ സ്ഥലം ഇവിടെ ഉള്ളൂ. നിങ്ങൾ ഫോക്കസ് കാണാത്തവരൊക്കെ ശരിക്കും കണ്ടോ. ഇതാണ് നമ്മുടെ ചൊട്ട. ദാറ്റ് മീൻസ് അട്ട. വയനാടൻ നല്ല ചോരകുടിയൻ അട്ട. എങ്ങനെ പിടിച്ചു കയറാന്നാണ് നമ്മുടെ അട്ടമഹാന്റെ ഒരു ഫോട്ടോ. വീഡിയോ ഇടാ രസം കണ്ടോ. എങ്ങനെ കടിക്കണമെന്ന് മണം പിടിക്കുന്നുണ്ടോ? അപ്പൊ അവന്റെ തല നമുക്ക് കടിക്കാം. എന്തിന്റെ കുഞ്ഞാണോ ഇത്? കടിച്ചവൻ അട്ടേനെ കടിച്ചു വലിക്കട്ടോ. ഞാൻ വിളിക്കാം. പങ്ങൻ കടിച്ചു. കുഞ്ഞാച്ചി കടിച്ചു. ഞാൻ കടിച്ചു കഴിഞ്ഞാൽ പകുതി ആക്കിയിട്ടുണ്ട്. എന്തിന്റെ കുഞ്ഞാണ്? സൈക്കോത്തരാണ് കാണിക്കുന്നത്. ടീഷർട്ടിലാണ്. അതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. തല പറിച്ചു ഭയങ്കര ക്രൂരൻ. അയ്യോ മർഡർ കണ്ടോ. തല നിന്റെ മേത്തിരുന്നോട്ടോ. തല നമ്മുടെ പൊന്നിന്റെ മേത്തിരുന്നു. ഗായ്സ് അപ്പൊ നമ്മള് തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. വിചാരിച്ചോലെ വെള്ളവും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ബ്ലിംഗസ്യ തസ്സ ഉത്സാഹ ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. നമുക്ക് നോന്തറി വിടാം.
പ്രേതത്തിന്റെ കള്ള് ഷോപ്പ്. കള്ള് ഷോപ്പൊക്കെ ഉണ്ട് ഗായ്സ്. ഇവിടെ ആരും തുണി വെച്ചെന്നൊക്കെ പറയുന്നു. അവിടെ വലിയ പ്രായത്തുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ പൊന്നിന്റെ പുതിയ കടയാണ്. ഷോപ്പില്ല, അതേപോലെയാണ് ഇതിന്റെ കട. വാവ്, പ്രാവിൻകൂട് ഷോപ്പ് കണ്ടവർക്ക് അറിയാം. അതല്ലേ എന്താ ഏത് കൂണ്? എടാ ഇതേടാ മാജിക് മഷ്റൂം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ വൈബിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. മക്കൾ കണ്ടോ, അതാ നീ എന്നാ അത് നിലത്തിട്ടത്? ജെല്ലി ജെല്ലി പണ്ട ജെല്ലി തിന്നാൻ പോവാ. അയ്യോ കോട പിടിച്ചു വെക്കുന്നു പ്രേതം. എടാ ഇല്ലിമുള്ള കാലിക്കുത്തിന്നുണ്ട്. എടാ ഇല്ലിമുള്ളുണ്ടോ കാലിക്കുത്തിട്ടോ? അതാ മഷ്റൂം അപ്രത്യക്ഷമായി. അപ്പൊ ഇത് വൈകിട്ട് ചെന്നാലും അതേപോലെ അപ്രത്യക്ഷാവില്ലേ? വൈകിട്ട് ചെന്നാൽ എല്ലാം അപ്രത്യക്ഷാവും. മുമ്പിലിരിക്കുന്ന ചിക്കനൊക്കെ ഒറ്റയടിക്കും. അതന്നെ കറക്റ്റ്. അപ്പൊ നമുക്ക് ഓൺ ദ വേ പോവാം. ജെല്ലാണ് നമ്മൾ കഴിക്കുക. അതന്നെ ജെല്ലിനാണ് മോസ്റ്റ് ടേസ്റ്റ്. നമുക്ക് ഓൺ ദ വേ വിടാം. അപ്പൊ അങ്ങനെ ഓൺ ദ വേ കേട്ടോ. എല്ലാം അറിയാം കൊച്ചിന്. പോലെ അപ്പൊ നല്ല പെരുമഴ പെയ്തിരിക്കുകയാണ്. ഇനിയിപ്പൊ നമ്മൾക്ക് പോവാതെ രക്ഷയില്ല. നമ്മൾ ഇല്ലിക്കാട്ടിൽ നിന്നൊക്കെ നമ്മൾ സ്ഥലം വിടുവാണ് ഗായ്സ്. പോലെ എന്നാ വാടാ നടക്കടാ. അപ്പൊ നമ്മളിനി നെക്സ്റ്റ് ടൈം വരുന്നതാണ്. അപ്പൊ നമ്മുടെ പൊന്നുണ്ണി മഴ തന്നെ നല്ല പെടേന്റെ കുറവുണ്ടാവന്. എടാ ചാക്ക് പ്രേമേ ആ പെട വെപ്പടാ പെടേന്റെ കുറവുണ്ടാ സത്യം കേട്ടോ. എടാ നിങ്ങൾ വരുന്നില്ലടാ. എന്നാ പോവാം പോവല്ലേ. അപ്പൊ ഗായ്സ് നമ്മൾ ഓൺ ദ വേ പോവാണ്. ഇനിയിപ്പോ വീട്ടിലെത്തിയിട്ടാണ് ബാക്കി വൈബും കാര്യങ്ങളൊക്കെ. മഴ നനഞ്ഞു പോകേണ്ട അവസ്ഥ. വലിയ കുട ആയതുകൊണ്ട് സീനില്ല അല്ലേടാ? അല്ലേ അല്ലേ എവിടെ പോയി നമുക്ക് ഓൺ ദ വേ നടക്കാം. ഗായ്സ് അപ്പൊ നമ്മുടെ സ്വന്തം ബസ് സ്റ്റോപ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ നല്ല പെരുമഴ പെയ്യുന്നുണ്ട് അല്ലേ? യെസ്. അപ്പൊ നമ്മളിനി മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് തോർന്നിട്ട് നമ്മളിനി പോകുന്നു അല്ലേ? അതെ ഞാൻ പോവാ. മഷ്റൂമിന്റെ ഇത്ര ജെല്ല് കഴിച്ചു തോന്നുന്നുണ്ട്. ആരാണ് കൊട്ട വയ്ക്കണോ? തോന്നിയതാ ഗായ്സ് കൈ ഒടിഞ്ഞത്. ഈ കൊച്ചു നിലത്തക്കറ കറങ്ങുന്ന കടന്ന് കറങ്ങുന്നു. നോക്കി ഒന്ന് കേറി വന്നേ കൊച്ചെ. ഇത് പണി പഠിപ്പിക്കും. നമ്മളെ വഴക്ക് കേൾപ്പിക്കും. ഞങ്ങളോട്ട് ഇവനെ അനുസരിക്കുന്നില്ല. കയറി കളിക്കുന്നുണ്ട്. ഞാൻ അടി കൊടുക്കണം. ഇപ്പൊ തല കറങ്ങി അവിടെ വീഴും. അതുവരെ അത് കളിക്കും. മഴ കഴിഞ്ഞിട്ടില്ല ഗായ്സേ. നമ്മുടെ ക്യാമറമാൻ അയ്യോ എങ്ങോട്ടാ കൊച്ചുള്ള ഈ പശു തന്നെ. അയ്യോ ഇല്ല കൊച്ചു വന്നല്ലോ. കൊച്ചു കുറച്ച് കേട്ടോ. കൊച്ചാളാ നിന്നോ. ഇപ്പൊ കുറച്ച് തല കൂടുതൽ. എടാ മഴ നമ്മള് പോകുന്ന കൂടാടാ. എന്നാ ചെയ്യടാ. അതന്നെ മോശം വീട് പോയിട്ട് വേഗം വൈകിട്ട് പവർഫുൾ ആക്കണം. എങ്ങനെ ജോലൈൻ വരുത്താം? അതാണ് അവിടെ കുഞ്ഞുണ്ണി എന്റെ കുഞ്ഞിച്ചെടി ഉണ്ട് കേട്ടോ. അവിടെ കുഞ്ഞിച്ചെടിയോ? കുഞ്ഞിച്ചെടി കഴിച്ചിട്ട് കിഴങ്ങി പോയി. അതുകൊണ്ട് എല്ലാരും പേടിച്ചു പോണ് ഗൈസ്. ചുമ്മാ വെറുതെ കാണിച്ചു കൊടുക്കാം. വേണ്ട എന്തായാലും പറഞ്ഞില്ലേ. ഗൈസ് അങ്ങനെ നമ്മളൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞ മടുത്ത് എല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോണത് 1.5 മഴയാണ് കേട്ടോ. നമ്മുടെ പൊന്നുണ്ണി മൊത്തം മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴക്കും കൂടി ഞാൻ കേൾക്കണം. ഞങ്ങൾക്ക് വേറെ എവിടെയും പോവാം. അയ്യതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവല്ലേ. നമുക്ക് അടുത്തോടെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ബൈ.